ഹലോ ഗൈസ്, നമ്മളാണെങ്കിൽ ക്യൂബക്കിലേക്ക് ട്രിപ്പ് പോവുകയാണ്. അപ്പം ലണ്ടനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 8 പേരുണ്ട് മൊത്തത്തിൽ. ഗൈസ്, നിങ്ങൾക്ക് എന്തായാലും കാണാമോ? ഞങ്ങൾക്കൊന്നും കാണത്തില്ല. ചേട്ടനാണെങ്കിൽ വണ്ടി ഓടിക്കുക, പക്ഷെ ഫുൾ പോകാണ്. ഇതൊന്ന് ഫുള്ള് പോകാണ്. ഗൈസ്, ഇപ്പൊ ശരിക്കും ഒന്നും കാണുന്നില്ല. പുള്ളിട്ട് എന്ത് പോകും. പിന്നെ ഉള്ള ലൈറ്റ്, ഫ്രണ്ടിലത്തെ വണ്ടിയുടെ ലൈറ്റ് അനുസരിച്ചാണ് പോവാ. പിന്നെ എല്ലാം ഗൂഗിൾ മാപ്പിലെ വഴി വെച്ചാണ് പോകും. ഗൈസ്, സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടമില്ലെങ്കിൽ ഓറഞ്ച് പോകില്ലേ? ഗൈസ്, നമ്മൾ മിസസാക്ക് എത്തി. നമ്മൾ റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാൻ ചെന്നാണ്. പ്രായമുണ്ടല്ലേ? ഉറങ്ങോ? ഹായ്. മിസ്റ്റർ എന്താണ്, ട്രിപ്പ് പോവാൻ എക്സൈറ്റഡ് ആണോ? വൈഫില്ല, അപ്പം എക്സൈറ്റ്മെന്റ് കൂടുതലാണോ കുറവാണോ? അയ്യോടാ, വീഡിയോക്കകത്ത് കുറവാണ്. ചേട്ടനോ വൈഫുണ്ട്, എക്സൈറ്റ്മെന്റ് കൂടുതലാണോ കുറവാണോ? ഹായ് അഖില, ട്രിപ്പ് പോവാൻ എക്സൈറ്റഡ് ആണോ? തനിമാ റെസ്റ്റോറൻറ്റിലെ മിസസാക്കിൽ കയറി. ഞാൻ പറഞ്ഞ അപ്പവും കള്ളപ്പവും ചിക്കൻ കറിയാണ് നമ്മൾ കഴിച്ചിട്ട് പിന്നെ പോകും. അങ്ങനെ എടുക്കരുത്, ഇങ്ങനെ എടുക്കണം വീഡിയോ, അന്നല്ല യൂട്യൂബിൽ ഇടാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല, ഞാൻ റൊട്ടേറ്റ് ചെയ്തു. ഹായ്. ഓക്കെ, ഹലോ ഗൈസ്, നമ്മളിപ്പോൾ പോകുന്ന കഴിക്കാൻ മിസസാഗ തനിമാ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കുകയാണ്. ഞാൻ കള്ളപ്പവും ചിക്കൻ കറിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഓക്കെ, ബൈ. ഓരോരുത്തരാണ് ബീഫ് ഫ്രൈ. ബീഫ് റോസ്റ്റ് അല്ലല്ലോ, ബീഫ് റോസ്റ്റ് മറ്റുള്ള ഉണ്ടാക്കി എല്ലാത്തിന്റെയും പകുതി ഇട്ട് കൊടുത്താൽ ഞാനെടുത്ത് ബാക്കിയാണ്. Use the left lane to merge onto Harbor Street. ഞാനിപ്പോ നിക്കുന്നത് കണ്ട, ഞാനിപ്പോ നിൽക്കുന്നത് ടൊറന്റോയിലാണ്. യെസ്, ഓക്കെ, ഞങ്ങള് ലീഡ് ചെയ്യൂ. കമോൺ കമോൺ ഗൈസ്, ലെറ്റ്സ് ഗോ. അയ്യോ, ഇത് ചേട്ടനായിരുന്നോ? ഇതാണോ നദാൻ സ്ക്വയർ? അങ്ങനെ നമ്മൾ 31 ഡിസംബർ രാത്രി ഏകദേശം 2:30 ടൊറന്റോയിലെത്തി. അപ്പോൾ ടിൻഡോ പറഞ്ഞു നമ്മൾക്ക് മറ്റേ നഥാൻ ഫിലിപ്സ് സ്ക്വയറിലേക്ക് പോകാമെന്ന്. അപ്പം നമ്മൾ അവിടെ പോയി.
നമ്മളുടെ ഷൂ ഇല്ലായിരിക്കും. നോക്കട്ടെ. ഞാൻ ഇറങ്ങുന്നില്ല. അയ്യോ പറ്റത്തില്ല. ആ ഐസ, അതെ ഐസ. ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? നെതേൺ സ്ക്വയർ. ഡ്രാഗൺ ഇരിക്കുന്നു. ഐ ലവ് ടൊറന്റോ. ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? അയ്യോ, നഥാൻ ഫിലിപ്പ് സ്ക്വയറിലാണ്. പിന്നെ നമ്മൾ ഒട്ടാവയിലേക്ക് പോകാൻ തുടങ്ങി. അപ്പം ഇടയ്ക്ക് വെച്ച് നമ്മൾക്ക് ഫ്രഷൊക്കെ ആവണമെങ്കിൽ ഓൺ റൂട്ട് നമ്മളൊരു ഓൺ റൂട്ടിൽ ഇറങ്ങി. ഇത് ഇവിടെ നമ്മൾക്ക് ഫ്രഷൊക്കെ ആണെങ്കിലും ജസ്റ്റ് ചായയും കാപ്പിയൊക്കെ കുടിക്കണമെങ്കിലും എല്ലാ ഒരു കുറേ കിലോമീറ്റർ കഴിയുമ്പം എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഓൺ റൂട്ട് ഉണ്ടായിരിക്കും. അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ. ആൻഡ് ഇവിടെ ഇവർ മസാജ് ചെയ്യുന്ന ഒരു ഇത് കണ്ടു, മെഷീൻ കണ്ടു. ആവില്ലേ? മീശ താടിയൊക്കെ പഠിച്ച എന്താണ് സുഖായിട്ടിരിക്കുന്നോ? വൈബ്രേറ്റ് ചെയ്തില്ലല്ലോ. പക്ഷെ ഗൈസ് ഇതല്ല മീൻ. അപ്പം ഈവൻ പൈസ കൊടുത്ത് ഈവൻ ചാർജ് ചെയ്ത് മെഷീൻ ആണ്. ഇപ്പം ഒരു 20 മിനിറ്റ്സ് വർക്കാവും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും മാറി മാറി സ്വിച്ച് ചെയ്ത് ഇരിക്കാൻ തുടങ്ങി. എന്തായാലും 20 മിനിറ്റ്സ് ഇരിക്കുമ്പോഴത്തേക്കും അപ്പം എല്ലാവരും മാറി മാറി എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി ഇരുന്നു. ആൻഡ് ഞാൻ വരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര എന്താ നല്ല മസാജിങ് ഒക്കെ കിട്ടിയ പോലെ ഫീലായിരുന്നു. അങ്ങനെ നമ്മൾ ഒട്ടാവയിലെത്തി. ഇതെന്താ കൊട്ടാരോ പള്ളി? അതൊന്നും ആൻഡ് ആക്ച്വലി അത് പാർലമെൻറ്റാണ്. കാനഡയിലെ പാർലമെൻറ്റ് ആണ്. എൻ്റെ മിസ്റ്റേക്കാണ്, എനിക്കറിയില്ലായിരുന്നു. പിന്നെ പിറ്റേ ദിവസം അന്ന് ദിവസം രാവിലെ നമ്മൾ പാർലമെൻറ്റ് വിസിറ്റ് ചെയ്യാൻ പോയായിരുന്നു. അപ്പോഴാണ് ഈ ബിൽഡിംഗ് എല്ലാം അതിൽ ഉൾപ്പെടുന്നതാണെന്ന് എനിക്ക് മനസ്സിലായത്. ആൻഡ് അത് നല്ലതായിരുന്നു. ബട്ട് നമ്മൾക്ക് ഇൻസൈഡിൽ കയറാൻ പറ്റിയില്ല. ബട്ട് നമ്മൾ ഔട്ട് സൈഡെല്ലാം കണ്ടു. ഇൻസൈഡിൽ കയറണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു. നമ്മൾ കാനഡയിലെ പാർലമെൻറ്റിൽ വന്നിരിക്കുകയാണ്. അല്ലേടി, കാനഡയിലെ പാർലമെൻ്റ് അല്ലേ? ദിസ് ഈസ് അഖില. ലുക്ക
ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മൾക്ക് ഇൻസൈഡ് ഓഫ് ദ പാർലമെൻറ്റ് വിസിറ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു. പക്ഷെ നമ്മൾക്കത് അറിയില്ലായിരുന്നു. ഇനി നിങ്ങളൊക്കെ പോകുന്ന ആരെങ്കിലും അങ്ങനെ വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യാം. So guys, this is the art gallery, National Museum Art Gallery, and there is one church opposite to the gallery, so we are going to visit the church. Oh wow, what a beauty. Oh, ഐസാ കടലില്. ആ ലേക്കില് ഫുൾ ഐസ്ലേഷൻസാ. ആകാശത്ത് വിമാനം, ഹൗസ് ബോട്ടോ, ഇതെന്താ കപ്പലോ അല്ല ഗൈഡ്.
വാട്ടറിൽ വീട് കണ്ടോ കണ്ടോ ഫ്ലോട്ടിംഗ് ഹൗസ്. ഗൈസ് അപ്പോൾ ഇത് ഒട്ടാവ ആണ്. ഫുൾ തണുപ്പാണ്, ഭയങ്കര ഐസാണ്. എനിക്ക് ഭയങ്കര പനിയാണ്. സോ കുറച്ച് എൻജോയ് ചെയ്യുന്നുണ്ട്, കുറച്ച് എൻജോയ് ചെയ്യുന്നില്ല. എന്നാലും നിങ്ങൾക്ക് കുറേ വീഡിയോസ് ഒക്കെ എടുത്തു തരാം. ഓക്കെ. ഗൈസ് നമ്മളപ്പം നെക്സ്റ്റ് ഏവിയേഷൻ മ്യൂസിയത്തിലേക്ക് പോവുകയാണ്. റൈറ്റ് അല്ല സോറി അതില്ല. സോ കണ്ടോ നോക്കൂ, എന്ത് ബ്യൂട്ടിഫുൾ സീനറി ആണല്ലേ. മൊത്തം മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. പോ കുറെ നേരം വീടെടുത്തോണ്ട് മറ്റേ പാലത്തിനടി. Canada Aviation and Space Museum. Musée de l'Aviation et de l'Escape. That's the French. Guys ടിൻഡോ ഓടിച്ച് എവിടെയോ കയറ്റി. ഗൈസ് എവിടെ കയറ്റി? ഓക്കെ. only for permanent resident parking, right? പിന്നെ ഇവിടെ വർക്ക് ചെയ്തവർക്കോ? ഇതാണ് ഗൈസ് ഇവിടുത്തെ പ്രശ്നം. പാർക്ക് ചെയ്യാറ് കുറെ നേരം എടുക്കും. ഇത് വെൽറൈറ്റ് സഹോദരന്മാരുണ്ടാക്കിയതല്ലേ? ആദ്യത്തെ ഫ്ലൈറ്റ് ഇതാണോ? ദ ഫസ്റ്റ് പവർഡ് എയർപ്ലെയിൻ ഫ്ലൈ ഇൻ കാനഡയിലുണ്ട് ഉള്ളതാ. അന്ന് അവിടെ പിള്ളേർക്ക് കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ കുറേ കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് മോൺട്രിയിലേക്ക് ബാക്കി ഇനി നമ്മൾ ട്രിപ്പ് കിടക്കല്ലേ. സോ മോൺട്രിയിലേക്ക് യാത്ര തിരിച്ചു.
എടുത്തില്ല എന്റെ പൊന്നോ. അതെ ഞാൻ കടന്നിട്ട് കടന്നു നീ കിടക്കുന്നോ? ഞാനുണ്ട്, ഞാൻ ഉറങ്ങുന്നില്ല. അതിനല്ല ഞാൻ ഉറക്കുന്നേ ഉള്ളൂ, ഉറങ്ങുന്നില്ല. നല്ല വ്യൂ അല്ലേ? ഈ റോഡ് ഫുള്ള് പോണ മറ്റേ ടൈം ലാപ്സ് ഒക്കെ വെക്കും. നീ എന്ത് ഒരേ മൂഡ് എടുക്കുന്നത്? നീ ഒരു ടൈം ലാപ്സ് വെക്കി, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണ ടൈം ലാപ്സ് വെക്കി. നൈസ് ആണിക്കും. അങ്ങനെ ടൈം ലാപ്സ് വെക്കുക. ആ വീഡിയോ ഓഫ് ചെയ്യും, എന്നിട്ട് മറ്റേ മാറ്റി കഴിഞ്ഞ ടൈം ലാപ്സ്. അങ്ങനെ ഒരു ദീർഘമായ യാത്രയ്ക്കൊടുവിൽ നമ്മൾ മോൺട്രിയലെത്തി. ആൻഡ് ബാക്കി വിശേഷങ്ങൾ എൻ്റെ നെക്സ്റ്റ് വ്ളോഗിൽ. ബൈ ബൈ ഗൈസ്.